മലയാള സിനിമയിൽ വളരെ വലിയ മാറ്റങ്ങളാണ് റീസെൻ്റ് ഇയേഴ്സിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മികച്ച വിജയങ്ങൾ നേടുന്നു. എന്നാൽ പല സിനിമകളിലും വയലൻസ് എലിമെൻറ്റ് കൂടുതലായി ഉപയോഗിച്ചിട്ടുള്ളതായും കാണാം. അവസാനം ഇറങ്ങിയ മാർക്കോ ആകട്ടെ ഇന്ത്യൻ സിനിമയിലെ തന്നെ മോസ്റ്റ് ബ്രൂട്ടൽ വയലൻസ് മൂവി എന്ന ടാഗും നേടി. 2024 മലയാള സിനിമയെ സംബന്ധിച്ച് വളരെ നല്ല ഒരു വർഷമായിരുന്നു. ഒരുപാട് ബോക്സ് ഓഫീസ് ഹിറ്റുകളും കളക്ഷൻസും നേടിയ ചിത്രങ്ങളുണ്ടായിരുന്നു. പാൻ ഇന്ത്യൻ ലെവലിൽ മലയാള സിനിമ ശ്രദ്ധിക്കപ്പെട്ടു. എന്നാൽ ഇറങ്ങിയ സിനിമകളൊന്നും സ്റ്റീരിയോ ടൈപ്പ് ചിത്രങ്ങളല്ലായിരുന്നു. ഒന്നും മറ്റേതിൽ നിന്നും തീർത്തും വിഭിന്നമായിരുന്നു. ആടുജീവിതം, ആട്ടം, ഉള്ളൊഴുക്ക് തുടങ്ങിയ കലാമൂല്യമുള്ള ചിത്രങ്ങളും തികച്ചും എൻ്റർടൈനറായ ആവേശവും പ്രേമലവും മഞ്ഞുമ്മൽ ബോയ്സും ഹൊറർ എലമെൻ്റുള്ള ഭ്രമയുഗവും വയലൻസും മോസ്റ്റ് വയലൻസുമുള്ള റൈഫിൾ ക്ലബ്ബും മാർക്കോയും കിഷ്കിന്ദ കാണ്ഡം പോലുള്ള ത്രില്ലർ ടൈപ്സും ഫിക്ഷൻ ആക്ഷൻ ഗണത്തിൽപ്പെടുത്താവുന്ന ARMഉം ഒറിജിനൽ 3Dയിൽ ഇറങ്ങിയ ബറോസും അങ്ങനെ പോകുന്നു ആ നീണ്ട നിര. 2025 സോംബി സിനിമകൾ മലയാളത്തിൽ ആദ്യമായി ഇറങ്ങുന്നു എന്ന വാർത്ത അക്ഷരാർത്ഥത്തിൽ അമ്പരപ്പിച്ചു. ഫസ്റ്റ് എവർ സോംബി മലയാളം എന്ന ടാഗ് ലൈനോടുകൂടി ആൽബി പോൾ സംവിധാനം ചെയ്യുന്ന മഞ്ചേശ്വരം മാഫിയയും കൂടാതെ ജോർജ് കോരയുടെ ജാംബി എന്ന സിനിമയും അരുൺ ചന്ദയുടെ വല എന്ന സോംബി മൂവിയും വരുന്നു. കൊറിയൻ പടങ്ങളിൽ കണ്ടു ശീലിച്ച സോംബികൾ മലയാള സിനിമകളിലും വരുന്നു. അത് ചിലപ്പോൾ ഇന്ത്യൻ സിനിമാ ലോകത്ത് ചർച്ച ചെയ്യപ്പെടാനും മലയാള സിനിമ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താനും ഇട നൽകും. ഈ സിനിമകൾക്കായി നമുക്ക് പ്രത്യാശയോടെ കാത്തിരിക്കാം. കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്. താങ്ക് യു.